സീത ആരായിരുന്നു എന്നറിയാമോ? സീത രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ശ്രീരാമന്റെ ഭാര്യയും ധർമ്മത്വത്തിന്റെയും പരിശുദ്ധിയുടെയും സഹനശക്തിയുടെയും ഒക്കെ പ്രതീകമാണ് സീത. കുട്ടികൾക്ക് സീതയുടെ കഥയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സീത ജനിച്ചത് ഭൂമിയിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. മിഥിലാപുരിയിലെ രാജാവായ ജനകൻ നിലം ഉഴുതുമ്പോൾ ഒരു പെൺകുഞ്ഞിനെ കണ്ടെത്തി. ആ കുഞ്ഞാണ് സീത. ജനകൻ ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ വളർത്തി. അതുകൊണ്ടാണ് സീതയെ ഭൂമിപുത്രി എന്നും ജാനകി എന്നും വിളിക്കുന്നത്. സീത വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. ചെറുപ്പത്തിൽ തന്നെ സീതയുടെ സൗന്ദര്യവും വിനയവും എല്ലാവരെയും ആകർഷിച്ചു. വലുതായപ്പോൾ സീതയുടെ വിവാഹം ശ്രീരാമനുമായി നടന്നു. രാമൻ അയോധ്യയിലെ രാജകുമാരനായിരുന്നു. രാമനും സീതയും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. അവർ സന്തോഷത്തോടെ അയോധ്യയിൽ ജീവിച്ചു. എന്നാൽ സീതയുടെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ സംഭവമുണ്ടായി. രാമന്റെ രണ്ടാനമ്മയായ കൈകേയിയുടെ ദുഷ്ടബുദ്ധി കൊണ്ട് രാമന് 14 വർഷത്തേക്ക് വനവാസത്തിന് പോകേണ്ടി വന്നു. രാമനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത സീതയും അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് പോയി. അനുജൻ ലക്ഷ്മണനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. ദുഷ്ടമൃഗങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും അവർ സ്വയം രക്ഷിച്ചു. സീത എപ്പോഴും രാമനെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്തു. വനവാസക്കാലത്ത് രാവണൻ എന്ന ദുഷ്ടനായ രാക്ഷസ രാജാവ് സീതയെ തട്ടിക്കൊണ്ടുപോയി തന്റെ രാജ്യമായ ലങ്കയിലേക്ക് കൊണ്ടുപോയി. രാമനെ വഞ്ചിച്ചാണ് രാവണൻ സീതയെ അപഹരിച്ചത്. സീത രാവണന്റെ കൊട്ടാരത്തിൽ ഒരു തടവുകാരിയായി ദുഃഖത്തോടെ ജീവിച്ചു. രാമനും ലക്ഷ്മണനും സീതയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്തു. അവരെ സഹായിക്കാൻ ഹനുമാൻ എന്ന ശക്തനായ വാനരനും മറ്റ് വാനര സൈന്യവും ഉണ്ടായിരുന്നു. ഹനുമാൻ ലങ്കയിൽ പോയി സീതയെ കണ്ടെത്തുകയും രാമന്റെ സന്ദേശം അറിയിക്കുകയും ചെയ്തു. രാവണൻ സീതയെ വിട്ടേക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് രാമനും രാവണനുമായി വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ രാമൻ രാവണനെ വധിക്കുകയും സീതയെ രക്ഷിക്കുകയും ചെയ്തു. വനവാസത്തിനു ശേഷം രാമനും സീതയും ലക്ഷ്മണനും വീണ്ടും അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിലെ ആളുകൾ അവരെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. രാമനെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നാൽ രാമനും സീതയും സന്തോഷത്തോടെ അധികകാലം ജീവിച്ചില്ല. ചില ആളുകൾ സീതയുടെ പരിശുദ്ധിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു. പ്രജകളുടെ വാക്ക് കേട്ട് രാമന് സീതയെ വീണ്ടും വനത്തിലേക്ക് അയക്കേണ്ടി വന്നു. വനത്തിൽ സീത ഒറ്റയ്ക്ക് താമസിച്ചു. അവിടെ വാൽമീകി മഹർഷി സീതയ്ക്ക് ആശ്രയം നൽകി. സീത അവിടെ ലവനും കുശനും എന്ന 2 ആൺകുട്ടികളെ പ്രസവിച്ചു. അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വളർന്നു. ലവനും കുശനും രാമന്റെ മക്കളാണെന്ന് രാമന് അറിയില്ലായിരുന്നു. അവർ വാൽമീകി മഹർഷിയുടെ അടുത്ത് നിന്ന് രാമായണം പഠിച്ചു. പിന്നീട് അവർ അയോധ്യയിൽ പോയി രാമായണം പാടി കേൾപ്പിച്ചു. അപ്പോഴാണ് രാമൻ തന്റെ മക്കളെ തിരിച്ചറിയുന്നത്. എങ്കിലും സീതയ്ക്ക് വീണ്ടും രാമനോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഭൂമിദേവി പ്രത്യക്ഷപ്പെടുകയും സീതയെ തന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. സീത ഭൂമിയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഒടുവിൽ ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. സീതയുടെ ജീവിതം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ഏത് കഷ്ടപ്പാടിലും ധൈര്യം കൈവിടാതെ ഇരിക്കുക, പരിശുദ്ധിയോടെ ജീവിക്കുക, ഇതൊക്കെ സീതയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. സീത വളരെ സഹനശക്തിയുള്ള സ്ത്രീയായിരുന്നു. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചെങ്കിലും അവൾ തന്റെ ധർമ്മം വിട്ടില്ല. സീതയുടെ ഈ നല്ല സ്വഭാവം എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ്. രാമന്റെ ഭാര്യ എന്നതിലുപരി സീത തന്റേതായ വ്യക്തിത്വമുള്ള ഒരു ധീരയായ സ്ത്രീയായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൾ ശക്തിയായി നിലകൊണ്ടു. അതുകൊണ്ട് കുട്ടികളെ, സീതയുടെ കഥ ഓർക്കുക. സീതയെപ്പോലെ നല്ല സ്വഭാവമുള്ളവരായി വളരുക. ധൈര്യവും സഹനശക്തിയും ഉണ്ടായിരിക്കുക. സത്യവും ധർമ്മവും മുറുകെ പിടിക്കുക. അതാണ് സീതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സീതയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. സീതാരാം.